എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ പിക്കലോ ആണെങ്കിൽ ഗോഹാനോട് പറയും, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയുന്നില്ലേ? ആ ഒരു കായ് വേൾഡ് അത് ഗോക്കു നശിപ്പിച്ചാൽ മാത്രമേ ബോനെ ഇല്ലാതാക്കാൻ കഴിയൂ. നമ്മൾ എത്രയും വേഗം ലുക്കൌട്ട് ടെമ്പിളിലേക്ക് പോകണം. അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഗോഹാൻ ആണെങ്കിൽ ഓക്കെ പറയും. പിക്കലോ ആണെങ്കിൽ ഗോട്ടെക്സിനെ, അതായത് ട്രങ്ക്സിനെയും കോട്ടിനെയും അവരെയും മുകളിൽ ടെമ്പിളിലേക്ക് വിളിക്കും. ഇതാ ഗോക്കു ആണെങ്കിൽ അവന്റെ ഫുൾ പവർ ദാനം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഗോകുവിനെ കൊണ്ടാണെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ബോംബ് പൊട്ടിക്കാനോ അവനെ തകർക്കാനോ കഴിയുന്നില്ല. അതേസമയം ഇവിടെ ലുക്കൌട്ടിലേക്ക് ഗോഹാനും ട്രങ്ക്സും പിക്കലോയും എല്ലാവരും കടന്നു വരും. പിക്കലോയ്ക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, ഗോകു അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവന്റെ പവർ ഇപ്പോൾ കുറേശ്ശെ കുറഞ്ഞു വരികയാണ്. ഇവിടെ ചീച്ചിയാണെങ്കിൽ ഗോഹാനെ കണ്ട് നീരൊഴുക്കി നിൽക്കുകയാണ്. നിന്നെ നഷ്ടപ്പെട്ടു പോയെന്നാണ് ഞാൻ കരുതിയത്. നിന്നെ തിരികെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറയും. വിടലാണെങ്കിൽ ഓടിപ്പോയി അവനെ ഹഗ് ചെയ്യും. അപ്പോഴായിരിക്കും ബുൽമയും ചീച്ചിയും ട്രങ്ക്സിനെയും കാണുക. അവരാണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടുപേരെ ഹഗ് ചെയ്ത് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഗോകു ആണെങ്കിൽ അവന്റെ പവർ കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ ബോവിനെ തകർക്കാൻ ഇതുവരെ അവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ചീച്ചിയാണെങ്കിൽ ഗോകുവിനോട് വിളിച്ചു പറയും, ഗോകു വെറുതെ നോക്കി നിൽക്കാതെ അവനെ തകർക്ക്. നിന്റെ ഫുൾ പവർ അത് കൊടുത്ത് അവനെ ഇല്ലാതാക്ക്. അതിന് ഗോകു പറയും, എന്റെ പവർ മുഴുവൻ കൊടുത്തിട്ടും എനിക്കതിന് കഴിയുന്നില്ല. ഇനിയും പവർ എനിക്ക് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറാണെങ്കിൽ ടെൻസ്ഡ് ആവും. കാര്യങ്ങൾ ഞാൻ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ ഗോകുവിനെ കൊണ്ട് ഇപ്പൊ ആ സ്പീഡ് ബോംബിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ എൽഡർ കായ് ആണെങ്കിൽ ടെൻഷൻ ആവും. അയ്യോ അവിടെ എന്താ സംഭവിക്കണേ? ഗോകുവിനെ കണ്ടു അവനെ ഇല്ലാതാക്കാൻ കഴിയില്ലേ? അതിന് ഡണ്ട പറയും, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ഓക്സ് കിങ് ആണെങ്കിൽ ഗോകുവിന് സപ്പോർട്ട് കൊടുക്കും. ഉറപ്പായാലും നിനക്ക് ആവശ്യമുള്ള സഹായം ഞങ്ങൾ തരുമെന്ന് പറയും. ഇവിടെ ബൂ ആണെങ്കിൽ വലിയ സ്പിരിറ്റ് ബോംബ് അതങ്ങനെ പുറകിലേക്ക് തള്ളി കൊണ്ടുവരും. ടീച്ചർ ആണെങ്കിൽ ഡണ്ടയോട് ഗോകുവിനെ ഹീൽ ചെയ്യാനായിട്ട് അവിടേക്ക് വരാൻ കഴിയുമെന്ന് ചോദിക്കും. അതിന് സുപ്രീം കായ് പറയും, ഓൾറെഡി എന്റെ പവർ എല്ലാം ഞാൻ ഗോകുവിന് ദാനം ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടേക്ക് നിന്നെ കൊണ്ടുപോകാനുള്ള പവർ എന്റെ ബോഡിയിൽ അവശേഷിക്കുന്നില്ല. ആണെങ്കിൽ അത് നടക്കില്ല എന്ന് വെജീറ്റ അറിയിക്കും. ഉടനെ വെജീറ്റ ആണെങ്കിൽ ഇപ്പൊ സൈറ്റാനോട് പറയും, അങ്ങനെയാണെങ്കിൽ ജനങ്ങളോട് കൂടുതൽ പവർ അത് നീ വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ സ്പീഡ് ബോംബിന്റെ ഫോഴ്സ് കൂടി ബോവിനെ മുഴുവനായിട്ടും തകർക്കും. കിങ്കായ് ആണെങ്കിൽ വെജിറ്റയോട് പറയും, നീ എന്താ ഈ പറയണേ? ജനങ്ങളെല്ലാവരും അവരുടെ പവർ ദാനം ചെയ്ത് കഴിഞ്ഞു. അവരിപ്പോ തളർന്ന് അവസരം ഓരോ ഭാഗത്ത് കിടക്കുകയാണ്. ഇനിയും പവർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാറ്റ് പോകും. വെജിറ്റ ആണെങ്കിൽ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും, നീ അത് ചെയ്യണം. എങ്ങനെയെങ്കിലും ജനങ്ങളുടെ കയ്യിൽ നിന്ന് പവർ വാങ്ങണം. നീ ജനങ്ങളോട് ചോദിക്കണം. അതിന് സൈറ്റാൻ ആണെങ്കിൽ അവനോട് പറയും, ഞാൻ ഇതുവരെ ജനങ്ങൾക്കോ സമൂഹത്തിനോ യാതൊരു വിധത്തിലുള്ള നന്മയും ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്കിത് ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ഓൾറെഡി അത്രയും പവർ തന്ന് അവർ തളർന്നിരിക്കുകയാണ്. ഇനിയും കൂടുതൽ പവർ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം അതെനിക്കുണ്ടെന്ന് പറയും. അത് കേട്ട് വെജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെടും. ഇവിടെ ഗോകു ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ബോവിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കും. വെജീറ്റ ആണെങ്കിൽ അവനെ പിടിച്ചു വലിക്കും. ഓൾറെഡി മരിച്ചുപോയ ജനങ്ങൾക്ക് നമ്മൾ ജീവൻ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും അവർക്ക് സംഭവിച്ചാൽ തന്നെ മൂന്നാമത്തെ ആഗ്രഹം സാധിച്ചു തരാൻ ആ ഡ്രാഗൺ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ് അവനെ താഴേക്കിടും. ഉടനെ വെജീറ്റ ആണെങ്കിൽ ഡണ്ടയോട് ചോദിക്കും, ആ ഡ്രാഗൺ ഇപ്പോഴും മൂന്നാമത്തെ ആഗ്രഹം സാധിച്ചു തരാൻ അവിടെ തന്നെ ഇല്ലേ? അതിന് ഡണ്ട പറയും, ഉണ്ട്, അതിവിടെ തന്നെ ഉണ്ട്. ഉടനെ കാര്യം പിടികിട്ടിയ ഡണ്ട ആണെങ്കിൽ ഇപ്പൊ ആ ഡ്രാഗന് നേരെ തിരിയും. ഡ്രാഗൺ ആണെങ്കിൽ ഡണ്ടയോട് പറയും, നിങ്ങളുടെ മൂന്നാമത്തെ ആഗ്രഹം എത്രയും വേഗം പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ തിരികെ പോവും. ഉടനെ ഡണ്ട വിളിച്ചു പറയും, മൂന്നാമത്തെ ആഗ്രഹം മറ്റൊന്നുമല്ല, ബൂവിനെ തോൽപ്പിക്കാനുള്ള ശക്തിയും പവറും അത് എത്രയും വേഗം ഗോകുവിന് കൊടുക്കണം. അടുത്ത നിമിഷം ആ പവർ ഇപ്പൊ ഗോകുവിന് കിട്ടുകയാണ്. ഇവിടെ ബൂ ആണെങ്കിൽ ആ ബോംബ് ഇപ്പൊ ഗോകുവിന് നേരെ ഡൈവേർട്ട് ചെയ്ത് വിടും. അടുത്ത നിമിഷം അവർ വിളിച്ചു പറയും, ഗോകു ഡ്രാഗന്റെ സഹായത്താൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ പവർ എത്രയും വേഗം നിനക്ക് തിരികെ കിട്ടും. ഗോകു ആണെങ്കിൽ അത് തിരിച്ചറിയും. ആ പവർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇപ്പൊ ആ ഒരു ബോംബിനെ തിരികെ ബൂവിന്റെ നേർക്ക് തന്നെ പ്രഷർ ചെയ്ത് തള്ളാനായിട്ട് തുടങ്ങും. സ്പീഡ് ബോംബ് ആണെങ്കിൽ വീണ്ടും ബോവിനെ ഹിറ്റ് ചെയ്യുകയാണ്. ബോ അത് പ്രിവെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവനെ കൊണ്ടത് കഴിയില്ല. നമ്മുടെ ആൾക്കാരെല്ലാവരും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വെജീറ്റ ആണെങ്കിൽ ഗോകുവിന്റെ പവർ അതങ്ങനെ കൂടി വരുന്നവ മനസ്സിലാക്കും. അതെ, ഗോകുവിന്റെ പവർ കൂടി വരികയാണ്. ഇങ്ങനെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഇപ്പൊ എല്ലാം നമുക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. ഓക്സ് കിങ്ങിനാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ഇവിടെ ഗോകു ആണെങ്കിൽ ബോവിനോട് പറയും, നിനക്ക് ഇനി ജയിക്കാനാവില്ല ബോ. ഒരു പ്രപഞ്ചത്തോടാണ് നീ പോരാടുന്നത്. ഒരുപാട് തവണ ഞങ്ങൾ നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്തെല്ലാം നിന്റെ പവർ കൂട്ടി കൊണ്ടുവന്ന് നീ ട്രാൻസ്ഫോം ആയിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഇത് എല്ലാത്തിന്റെ അവസാനമാണ്. നീ ഒരു നല്ലവനായി തിരികെ വരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നമുക്ക് നേർക്ക് നേരെ ഒരു പോരാട്ടം നടത്തണമെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ഫുൾ പവറിൽ ആ ഒരു സ്പീഡ് ബോംബ് അവന്റെ നേർക്ക് ആഞ്ഞടിപ്പിക്കും. ഇവിടെ എല്ലാവരും ഗോകുവിന് സപ്പോർട്ട് കൊടുക്കും. കമോൺ വെറുതെ വിടരുത്, ഇതാണ് പറ്റിയ അവസരം, അവനെ തകർത്ത് കളാം. അടുത്ത നിമിഷം ആ സ്പീഡ് ബോംബ് ഗോകു ആണെങ്കിൽ അവന്റെ ഫുൾ പവറിൽ അവന്റെ ദേഹത്തേക്ക് കൊണ്ടുവന്ന് പൊട്ടി അങ്ങനെ തെറിപ്പിക്കുകയാണ്.
ബോ ആണെങ്കിൽ ആ തകർച്ചയിൽ പൊട്ടിക്കരയും. ആ ഒരു വലിയ പൊട്ടിത്തെറിയിൽ ഇപ്പൊ ബോ മുഴുവനായിട്ട് നശിച്ച് ഗോക്കു ആണെങ്കിൽ പതിയെ താഴേക്ക് വരികയാണ്. വെജീറ്റ ആണെങ്കിൽ ഗോക്കുവിനെ നോക്കും. അങ്ങനെ ഒരു വിധത്തിൽ നീ അത് സാധിച്ചു. നമ്മൾ അവനെ പൂർണ്ണമായിട്ടും ഈ ഭൂമിയിൽ നീക്കം ചെയ്തു. വെജീറ്റ ആണെങ്കിൽ ഗോക്കുവിനെ നോക്കി തംസപ്പ് കാണിക്കും. ഉടനെ ഗോക്കുവും തംസപ്പ് കാണിക്കും. ആ ലോകത്തുള്ളവരും അതുപോലെ തന്നെ നമുക്കൻ ലോകത്തുള്ള എല്ലാവരും ഇപ്പൊ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. യെസ്, പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ വന്ന ബോനെ പൂർണ്ണമായിട്ടും അവൻ ഇല്ലാതാക്കി. ഗോഹാൻ ആണെങ്കിൽ പിക്കലോട് ചോദിക്കും, അപ്പോ ശരിക്കും മുഴുവനായിട്ടും നശിച്ചു പോയോ? അതിന് അദ്ദേഹം പറയും, അതെ, അവന്റെ പവർ ഇപ്പോൾ ഒട്ടും എനിക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല. അവൻ നശിച്ചു എന്ന് തന്നെയാണ് എനിക്ക് കരുതാൻ കഴിയുന്നത്. അത് കേട്ട് ഇപ്പൊ ഗോട്ടനും ട്രങ്ക്സും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. സൈറ്റാനാണെങ്കിൽ പതിയെ എഴുന്നേറ്റ് ഗോക്കുവിന്റെ അടുത്തേക്ക് കടന്നു വരും. സൈറ്റാനാണെങ്കിൽ പ്രതീക്ഷയോട് കൂടെ ഗോക്കുവിനോട് ചോദിക്കും, സത്യം പറയും, ആ വില്ലൻ പൂർണ്ണമായിട്ടും നശിച്ചു പോയോ? അവനിന് തിരികെ വരില്ലേ? അതിന് ഗോക്കു ആണെങ്കിൽ ചിരിക്കും. സൈറ്റാനാണെങ്കിൽ കാര്യം മനസ്സിലാവും. അതെ, അവൻ നശിച്ചു. നിങ്ങളുടെ കഷ്ടപ്പാട് അത് ശരിക്കും ഫലം കണ്ടു എന്ന് പറഞ്ഞ് സൈറ്റാനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഞാൻ പറയുന്നത് ഭൂമിയിലുള്ള ജനങ്ങൾ എല്ലാവരും കേൾക്കുന്നില്ലേ? നമ്മൾ നശിപ്പിക്കാൻ വന്ന ആ ഭൂവിനെ നമ്മൾ ഇല്ലാതാക്കി. ഇനി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അവന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എല്ലാവരും ഇപ്പൊ തിരികെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള നേരമാണിതെന്ന് പറയും. ജനങ്ങളെല്ലാവരും സൈറ്റാന്റെ വാക്ക് കേട്ട് ഹാപ്പി ആവും. ലുക്കൌട്ടിൽ നമ്മുടെ ആൾക്കാരും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. ജനങ്ങളെല്ലാവരും സൈറ്റാന്റെ പേര് വിളിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് അറിയാം അവരുടെ അധ്വാനം കൊണ്ടാണ് ഇത് കിട്ടിയതെന്ന്. സൈറ്റാന്റെ പട്ടിക്കുട്ടിയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. വാവ്, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സൈറ്റാനാണെങ്കിൽ അതിനെ ഹക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഡെൻഡയാണെങ്കിൽ ഗോകുവിന്റെ അടുത്തേക്ക് വരും. വാവ്, നീ വളരെ അടിപൊളിയായിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു പറയും. എൽഡർക്കായാണെങ്കിൽ ചുറ്റും നോക്കും. ഒരുപാട് നാശനഷ്ടം സംഭവിച്ചുവെങ്കിലും ഗോകു അവസാനം അവനെ ഇല്ലാതാക്കി. നീ എത്രയും വേഗം വെജീറ്റയെ സുഖപ്പെടുത്തണം. അവനാണ് ഏറ്റവും കൂടുതൽ പരുക്ക് പറ്റിയത്. അത് കേട്ട് ഡെൻഡയാണെങ്കിൽ വെജീറ്റയെ ഹീൽ ചെയ്യാണ്. അതിനുശേഷം ഗോകുവിനെ ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് പട്ടിക്കുട്ടിയോട് പറയും, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്യില്ല. അവനെ പൂർണ്ണമായിട്ട് നമ്മൾ ഇല്ലാതാക്കി. ഉടനെ പട്ടിക്കുട്ടിയാണെങ്കിൽ എന്തോന്ന് സ്മെല് ചെയ്ത് ദൂരത്തേക്ക് ഓടും. ഞാനാണെങ്കിൽ പട്ടിക്കുട്ടിയുടെ പിന്നാലെ പോവും. അപ്പോഴായിരിക്കും ആ ഗുഡ് ബൂനെ അവിടെ കാണുക. സൈറ്റാനാണെങ്കിൽ ഇപ്പൊ ഡൻഡോട് വിളിച്ചു പറയും, ഹേ മോനെ, ഇദ്ദേഹത്തെ കൂടെ നിന്റെ കൈവച്ച് ഒന്ന് സുഖപ്പെടുത്ത്, അവന് ജീവനുണ്ടെന്ന് പറയും. അത് കേട്ട് എല്ലാവരും ഞെട്ടും. ഇച്ചാണെങ്കിൽ സൈറ്റാനോട് മാറി നിൽക്കാനായിട്ട് പറയും. ഒരു കാരണവശാലും അതിൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് പാടില്ല, അത് അപകടം ഉണ്ടാക്കും, എനിക്കതിനെ കൊന്നു കളയണം. അതിന് സൈറ്റാനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾ കരുതും പോലെ ഇവൻ ബാഡായിട്ടുള്ള ആളല്ല, ഇവനൊരിക്കലും ആ ബാഡിനെ ഇനി ക്രിയേറ്റ് ചെയ്യില്ല. ഇതിന് വെജീറ്റയാണെങ്കിൽ അടിച്ചു പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി റിസ്ക് എടുക്കാനായിട്ട് കഴിയില്ല, അവനെ ഇല്ലാതാക്കിയേ പറ്റൂ. പക്ഷെ സൈറ്റാനാണെങ്കിൽ അവന്റെ ദേഹത്ത് കയറി കടന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇവനെ കൊല്ലരുത്, ഞാൻ യാചിക്കുകയാണ്, ഞാൻ അവനെ എന്റെ കൂടെ കൊണ്ടുപോയിക്കൊള്ളാം, അവൻ യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല. ഈ പട്ടിക്കുട്ടി ഉപദ്രവിച്ചത് കണ്ടപ്പോഴാണ് അവന്റെ ഉള്ളിലെ നെഗറ്റീവ് അത് പുറത്തേക്ക് വന്നതെന്ന് പറയും. ഗോകു ആണെങ്കിൽ അത് കേട്ട് വെജീറ്റയോട് പറയും, നീ അവനെ കൊല്ലണ്ട. ആക്ച്വലി ആ ബൂവും സൈറ്റാനും അവർ രണ്ടുപേരുമാണ് ഈ മിഷൻ കംപ്ലീറ്റ് ആവാൻ ഒരുപാട് സഹായിച്ചത്. അത് നമ്മൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. ആ ബൂവിൽ ഒരു നന്മയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ഡെൻഡെ അവനെ സുഖപ്പെടുത്തും. ബോവിന്റെ ഉള്ളിൽ നിന്ന് ആ നെഗറ്റീവ് ബോ അവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞു. തൽക്കാലം സേഫായിട്ട് അവനെ എവിടെയെങ്കിലും താമസിപ്പിക്കാം. അതിനുശേഷം ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ടും അവർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ ബോവിനെ കുറിച്ചുള്ള മെമ്മറീസ് അത് നമുക്ക് ഇറേസ് ചെയ്യിപ്പിക്കാം. പിന്നെ വെജീറ്റയും അത് ആക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ ഗോകു, നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരുവാണെന്ന് പറയും. അതിനുശേഷം അവരെല്ലാവരും ഇപ്പോൾ ഭൂമിയിലേക്ക് കടന്നു വരും. ഗോകുവിനെ കാണേണ്ട താമസം എല്ലാവർക്കും സന്തോഷം. വെജീറ്റയുടെ ഫാമിലിയും അവനോടൊപ്പം ചേരും. ഞാനാണെങ്കിൽ ആളുടെ മകൾ വിടലിനെ കണ്ട സന്തോഷത്തിൽ ഓടിപ്പോയി അവളെ ഹഗ് ചെയ്യാണ്. ആളോടൊപ്പം ആളുടെ പട്ടിക്കുട്ടിയുണ്ട്. പിന്നെ സൈറ്റാനാണെങ്കിൽ ബോവിനെ കാണിച്ചു കൊടുക്കും. ബോവിനെ കണ്ട് എല്ലാവരും ഭയപ്പെടുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ ചീച്ചിയോട് പറയും, എൽഡർക്കായി അദ്ദേഹത്തിന്റെ ജീവൻ എനിക്ക് സമ്മാനമായി തന്നു, അതുകൊണ്ട് തന്നെ പഴയതുപോലെ ഒപ്പം ഹാപ്പി ആയിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയും. അത് കേട്ടാണെങ്കിൽ ചീച്ചിക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള 6 മാസം ഇപ്പൊ കടന്നു പോയിരിക്കുകയാണ്. ഗോൾഡനും ട്രങ്ക്സും ഇപ്പൊ ഫ്യൂഷൻ ചെയ്ത് ഗോകുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ അവന്റെ സൂപ്പർ സയൻ 3rd ഫേസിലേക്ക് പോയി അവരെ രണ്ടുപേരെ ഇടിച്ച് സൂപ്പാക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.